ഇന്ന് അച്ഛനും അമ്മയും വീട്ടിലില്ലാത്തൊരു ദിവസമാണ് അവർ അമ്പലത്തിൽ പോയി. അപ്പോൾ രാവിലെ തന്നെ ചോറിനും വെള്ളം അടുപ്പത്തിട്ടിട്ട് അരിയൊക്കെ കഴുകിയിട്ടു കേട്ടോ. എല്ലാ റൊട്ടീനും ഇത് തന്നെയാണ് മെയിനായിട്ട്. ചോറും പിന്നെ ഞാനും കുടുംബവും പല്ല് തേച്ച് അതിനുശേഷം അപ്പവും കടലക്കറിയും ഒരു കോഫിയും കുടിച്ച് പിന്നെ ബാക്കിയുള്ള ജോലിയൊക്കെ നോക്കുക കേട്ടോ. ഞങ്ങളിവിടെ ചൂടാറപ്പെട്ട് യൂസ് ചെയ്യും കേട്ടോ. ചോറ് വെക്കാൻ ഹാഫ് വെന്ത് കഴിയുമ്പോൾ ചൂടാറപ്പെട്ടിലാണ് വേവിക്കുന്നത്. അപ്പോഴത്തേക്കും അനിയത്തി ചെമ്മീനുള്ള ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ച് കേട്ടോ. അവൾ അതൊക്കെ കുക്ക് ചെയ്യുന്നു. പിന്നെ കുടുവിനെ കുളിപ്പിച്ചതിന് ശേഷം ചൂടാറപ്പെട്ടിന് ചോറെടുത്ത് തിളപ്പിച്ചൂറ്റി വെക്കും കേട്ടോ. ഇതാകുമ്പം ഗ്യാസ് ഉപയോഗിക്കുന്നതാണ് വിറക് ഉപയോഗിക്കുന്നതായിട്ട് അത് ലാഭം കേട്ടോ. അതൊക്കെ അതിന് തിളപ്പിച്ചൂറ്റി വെച്ച് അപ്പോഴത്തേക്കും അനിയത്തി ചെമ്മീൻ റോസ്റ്റും ചെമ്മീൻ മുളകിട്ടതും ഒക്കെ വെച്ച് കേട്ടോ. അതിനുശേഷം വീടൊക്കെ അടിച്ചു വാരാനുണ്ടായിരുന്നു. അടിച്ചു വാരി ഹാളൊക്കെ വൃത്തിയാക്കിയിട്ടു കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി ഇടാനുണ്ടായിരുന്നു. അതൊക്കെ തുണിയൊക്കെ ഇട്ട് എന്നും ഈ റൊട്ടീനൊക്കെ തന്നെ കേട്ടോ ഫോളോ ചെയ്തത്. പിന്നെ അമ്മയുണ്ടെങ്കിൽ അമ്മയാണ് ചോറ് വെക്കുന്നത്. പിന്നെ അതിന് ശേഷം കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടു കേട്ടോ. പിന്നെ കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നു. അത് മടക്കി. എപ്പോഴും കുടുവും കാണും കേട്ടോ. അവൻ്റെ തുണികൾ അവൻ മടക്കാറുണ്ട് കേട്ടോ. അവൻ തന്നെ ഞാനത് പറഞ്ഞു കൊടുത്ത അതിൽ പിന്നെ അവൻ എപ്പോൾ തുണി മടക്കിയാലും അവൻ്റെ തുണി എനിക്ക് മടക്കി ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഞാനും വിലക്കാൻ പോയിട്ടില്ല. നല്ലതല്ലേ പിള്ളേർ സ്വയം ചെയ്യുന്നതെന്ന് ഓർത്ത് അവനെക്കൊണ്ട് ഞാൻ മടക്കി തന്നെ വെപ്പിക്കും കേട്ടോ. ചിലപ്പോൾ ചെയ്യാറുണ്ട്, പക്ഷേ മിക്കപ്പോഴും അവൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അതിനുശേഷം തുണിയൊക്കെ മടക്കി സെറ്റ് ചെയ്തതിന് അച്ഛനും അമ്മയും ബീഫും പൊറോട്ടയും കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ സെറ്റായി ക്ലീൻ ചെയ്തു. അപ്പോൾ അതൊക്കെ ഞാൻ വിരിച്ചിട്ടതിന് ശേഷം ഞാൻ ഒരു കുളി പാസ്സാക്കി. കുളിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെ ഒരു കുത്തിക്കുറിക്കലുണ്ട് കേട്ടോ. അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. എന്നിട്ട് കുത്തിക്കുറിച്ച് വെക്കും. കുടുവിൻ്റെ പിന്നെ നഖമൊക്കെ വെട്ടി. പിന്നെ ഞങ്ങൾക്കൊരു യാത്ര ഉണ്ട് കേട്ടോ. എനിക്ക് ഈ ബാഗ് ഭയങ്കര ഇഷ്ടമാണ്. ഈ ബാഗ് നല്ല ട്രാവലിങ്ങിനൊക്കെ നല്ല കേട്ടോ. ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾക്കൊരു യാത്രയുണ്ട്. അപ്പോൾ അതിനുള്ള ബാഗൊക്കെ പാക്ക് ചെയ്ത് ചേട്ടൻ്റെ ഷർട്ടൊക്കെ തേച്ച് എല്ലാ തുണിയും പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾക്കൊരു കുട്ടി ഷോപ്പിംഗ് ഉണ്ട്. എന്ന് വെച്ചാൽ യാത്ര പോകേണ്ട കുറച്ച് തിങ്സൊക്കെ വാങ്ങാനുണ്ട്. അപ്പം അതിനുള്ള പോകുവാണ്. ഇവിടെ നിന്നാണ് എനിക്ക് ഡ്രസ്സൊക്കെ ഞാൻ എടുത്തു കേട്ടോ. പിന്നെ ഡ്രസ്സും വേറെ ചെയ്ത് നോക്കി ഏതാ നല്ലതെന്ന്. അപ്പോൾ ഈ 3 ഒരു ഡ്രസ്സ് ഞാൻ എടുത്തു കേട്ടോ. പിന്നെ വേറെ 2-3 ഷോപ്പിലും കൂടെ കയറി ഞങ്ങൾ ഇറങ്ങി കേട്ടോ. എന്നിട്ട് വീട്ടിൽ